പോളിംഗ് ബൂത്തിലെത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനപ്പെട്ട ഒരുക്കത്തിൽ തന്നെയാണ് വയനാട്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ 198 ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. മാനന്തവാടി, നിലമ്പൂർ മണ്ഡലങ്ങളിലാണ് സുരക്ഷ ഒരുക്കിയ ബൂത്തുകൾ അധികം ഉള്ളത്. അർജുൻ PS ഉണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. അർജുൻ, ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പോളിംഗ് ബൂത്തുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഒപ്പം വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത ബൂത്തുകൾ ഏറെ ഉള്ള ഒരു ജില്ലയാണ്. തന്നെ ഈ മാവോവാദി ഭീഷണിയൊക്കെ തന്നെ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും രജനി, പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മാവോയിസ്റ്റ് ഭീഷണി അടക്കം ഇപ്പോൾ ജില്ലയിലുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മാനന്തവാടി കമ്പമലയിൽ മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇറങ്ങുകയും പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് നാട്ടുകാരുടെ അടുത്ത് എത്തുകയും പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അവരോട് വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്യാൻ പോകരുത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയുണ്ടായി. അവരോട് സംസാരിച്ചു, ആ ഗ്രാമപ്രദേശത്തുള്ളവരോട് സംസാരിച്ചു. തീർച്ചയായും വോട്ട് ചെയ്യാൻ വരണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കരുത് എന്ന തരത്തിൽ അവരെ ബോധവൽക്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാ തന്നെയും അതീവ സുരക്ഷയാണ് വയനാട്ടിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിനാൽ വലിയ സുരക്ഷ തന്നെയാണ് വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മാനന്തവാടിയിലും നിലമ്പൂരുമാണ് അതീവ സുരക്ഷയുള്ള ബൂത്തുകൾ ഉള്ളത്. അത്തരത്തിൽ മാനന്തവാടിയിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്ര സേനയെ അടക്കം ഇവിടെ വിന്യസിക്കുന്നുണ്ട്. അത്തരത്തിൽ CRPF-നെ ഇറക്കുന്നുണ്ട്. സേനാംഗങ്ങളെ, വയനാട്ടിലുള്ള സേനാംഗങ്ങളെ ഇറക്കുന്നുണ്ട്. വയനാട്ടിലുള്ള പോലീസുകാരെ ഇറക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നടക്കം പോലീസുകാരെ ഇറക്കിക്കൊണ്ടാണ് അതീവ സുരക്ഷ തന്നെ ഇവിടങ്ങളിൽ ഏർപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒരു ആക്രമണം, അതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നിരന്തരമായി ഇറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് മാനന്തവാടി എന്ന് പറയുന്നത്. മാനന്തവാടിയിലെ തോട്ടം മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് ഭീകരർ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ എത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിലാണ് ഇപ്പോൾ ഈ വയനാട് ജില്ലയുടെ അവസ്ഥ. പക്ഷേ അതീവ സുരക്ഷയാണ്, ആരും ഭയപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കല്ല പോകേണ്ടതെന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തും. എന്തിനാ തന്നെയും കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ രീതിയിലുള്ള ആവേശ പ്രചരണമാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരുന്നത്. NDA ആകട്ടെ, UDF ആകട്ടെ, LDF ആകട്ടെ, വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ കാഴ്ചവെക്കാൻ മൂന്ന് മുന്നണികൾക്കും സാധിച്ചു. എന്നാൽ ഒരുപടി മുൻപിൽ നിൽക്കുക NDA കാണുന്ന കൂടി നമുക്ക് പറയേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസമുള്ള കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത് NDAയുടെ കൊട്ടിക്കലാശത്തിലാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല വലിയ രീതിയിലുള്ള ആവേശത്തോടെ ക്രെയിനുകളിലൊക്കെ ഉയർത്തിക്കൊണ്ട്, അതായത് ഈ സ്ഥാനാർത്ഥിയെ ക്രെയിനിൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയൊക്കെയാണ് NDA ക്യാമ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷനെ തന്നെ, അതായത് തങ്ങളുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA കളത്തിലിറക്കിയിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നു. രാഹുൽ, അതായത് ഇതിന് ഇപ്പോഴുള്ള MP ആയ രാഹുലിന്റെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്നത്. അതായത് വന്യമൃഗശല്യം, രാത്രിയാത്രാ നിരോധനം, ചുരം ബദൽപാത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വന്യമൃഗശല്യം. 4 മാസത്തിനിടെ 3 ജീവനുകളാണ് ഈ വയനാട്ടിൽ പൊലിഞ്ഞത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനന്തവാടി, പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന ഒരു സംഭവമുണ്ടായി. അത്തരത്തിൽ വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. മാത്രമല്ല കാനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് ഈ വയനാട്ടിലുള്ളത്. ഈ വന്യമൃഗശല്യം തടയാൻ ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. മാത്രമല്ല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വയനാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് വന്നെങ്കിലും മാനന്തവാടി ജില്ലാ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തിയത്. പക്ഷേ അവിടെ ബോർഡിൽ മാത്രമാണ് ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസും ആ മെഡിക്കൽ കോളേജിലില്ല. ചുരം ബദൽപാത അത്തരത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. ചുരം ബദൽപാത ഇത്തരത്തിൽ രോഗികളായി വരുന്നത്, ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ളവരെ കൊണ്ടുപോകുമ്പോൾ തന്നെ ആ ചുരത്തിൽ വലിയ ബ്ലോക്കാണ് ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടാകുന്നു. അത്തരത്തിൽ അവിടെ താഴെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രോഗികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് വയനാട്ടിലുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നത്. അതായത് ഗ്രാമങ്ങളിൽ ചെന്ന് വോട്ട് ചെയ്യരുതെന്ന പിന്തിരിപ്പൻ നയവുമായി കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇറങ്ങുന്നത്. എന്തിനാ തന്നെയും അതീവ സുരക്ഷ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. മാനന്തവാടിയിലും അതുപോലെ തന്നെ നിലമ്പൂരുമാണ് തെരഞ്ഞെടുപ്പിന് സജ്ജമാവുക തന്നെയാണ് വയനാട് ജില്ലയും. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ജില്ല. ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുകയാണ്. അർജുൻ PS ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.